നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്ടെക്കിൻ്റെ പുതിയ സെഗ്മെന്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചതുപോലെ നമ്മൾ ഒരു സൈറ്റിൻ്റെ തിരുവല്ലയിലുള്ള സൈറ്റിൻ്റെ വർക്ക് തുടങ്ങിയിരുന്നു. ബേസ് പ്ലേറ്റ് അടിച്ചു, നമ്മൾ പില്ലർ കൊടുത്തു, ഉത്തരം ഒക്കെ നമ്മൾ കൊടുത്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ള തുടർന്നുള്ള വർക്കുകൾ ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും കാണുന്നത് ഫാസ്റ്റായിട്ട് തന്നെയാണ്. അതുകൊണ്ട് കാരണം ഒരുപാട് ലാഗിങ് ആയിട്ട് വീഡിയോസ് എടുത്ത് ബോറടിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന വർക്കിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ചെയ്യാനുള്ളത് ഇനി മേളിൽ നമുക്ക് റാഫ്റ്റർ എന്ന് പറഞ്ഞ റാഫ്റ്റർ സെഗ്മെൻറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ട പണികളൊക്കെ താഴെ നടക്കുന്നു. അതിൽ ഓൾറെഡി എല്ലാം റെഡി ആക്കി, അത് ബൾക്കായിട്ട് അത് റെഡി ആയി കഴിയുമ്പോൾ നമ്മളത് മുകളിലേക്ക് അത് കൊണ്ടുവന്ന് നമ്മൾ അതിലേക്ക് ഇൻസ്റ്റാൾ ഷട്ടപ്പടയെന്ന് ചെയ്യും, പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യും. കാരണം അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ അത് പ്രയോജനമുള്ളൂ. അല്ല 1 by 1 ആയിട്ട് നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഒരേ സമയത്താണ് ഇത് കയറ്റുന്നത്. പ്രത്യേകിച്ചൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ വീഡിയോസൊക്കെ കാണുന്ന ആരെങ്കിലും ബിഗിനറായിട്ടുള്ള പുതുതായിട്ടുള്ള വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും യവന അല്ലെങ്കിൽ ചെറുപ്പക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. റൂഫിങ്ങിൻ്റെ വർക്കിനകത്ത് ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാബ്ടെക്കിൻ്റെ ടീമിനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരുപാട് സമയങ്ങൾ നിങ്ങൾ നമ്മുടെ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ഇങ്ങനെ വാച്ച് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കാണുകയാണെങ്കിൽ, തുടർമാനമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ധൈര്യമായിട്ട് തന്നെ ഇങ്ങനെയുള്ള വർക്കുകൾ എടുത്ത് ചെയ്യാനുള്ള ബേസിക് ഞങ്ങളിവിടെ പറഞ്ഞു തരുന്നതായിരിക്കും ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടും സമയമൊക്കെ കളഞ്ഞൊക്കെ ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നതിന് വർക്കിന് ഓരോ സെഗ്മെൻറ്റായിട്ട് കാണിക്കുന്നത്. പലർക്കും ചിലപ്പോൾ ബോറടിക്കുമായിരിക്കും. പക്ഷേ ഈ വർക്കുമായിട്ട് ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് പേര് കമൻ്റായിട്ട് നമ്മളെ അറിയിക്കാറുണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതുതന്നെ വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ടാണ് ഓരോ വർക്കിൻ്റെ ബേസ് മുതൽ എൻ്റെ എൻഡിങ് വരെയുള്ള പോർഷൻ ഞാൻ കുറച്ച് മെയിനായിട്ട് വരുന്ന പോർഷനുകളൊക്കെ പെട്ടെന്ന് ഞാനിങ്ങനെ വീഡിയോ ആക്കി എടുത്ത് നിങ്ങൾക്ക് മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ലാപ്ടോപ്പ് ടീമിൻ്റെ പ്രോഗ്രാംസുകൾ നിങ്ങൾക്ക് കാണാം. കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈ വർക്കിനെ പറ്റി പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർ, അറിയാൻ ആഗ്രഹമുള്ളവർ ക്ഷമയോടെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഗൾഫിൽ നിന്നൊക്കെ തിരിച്ച് ഗൾഫ് റിട്ടേണൊക്കെ ആയിട്ട് തിരിച്ച് വന്നിരിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ. ചെറുപ്പക്കാർ ഒത്തിരി ആൾക്കാരുണ്ട്. വെൽഡിങ്ങിൻ്റെ ജോബ് മാത്രം അറിയാം, അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ ചെയ്യാൻ മാത്രം അറിയാം ഡ്രോയിങ് ഉണ്ടെങ്കിൽ. പക്ഷേ ഈ നാട്ടിലെ നമ്മുടെ റൂഫിംഗ് വർക്കിന് മെയിനായിട്ട് എല്ലാ സൈറ്റുകളിലൊന്നും ഡ്രോയിങ്സ് ഒന്നുമില്ല. നമ്മൾ തന്നെ അത് പ്രിപ്പയർ ചെയ്യുക, നമ്മൾ തന്നെ നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ ഐഡിയ ഉപയോഗിച്ച് നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത് അങ്ങനെ ഒരു ഇമാജിനേഷൻ ഐഡിയ കിട്ടണമെങ്കിൽ എങ്ങനെ ചെയ്യണം, അത് എവിടുന്ന് തുടങ്ങണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ഇത് അവസാനിപ്പിക്കണം എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇതിൻ്റെ അളവുകൾ എങ്ങനെ വരുന്നു, ഒരു കൂര വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ അളവ് വരുന്നു, ഒരു ഗേബിൾ വർക്ക് വരുമ്പോൾ എങ്ങനെ അളവ് വരുന്നു, ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ എത്ര ഡിഗ്രിയിലാണ് വരുന്നത്, അത് എങ്ങനെയാണ് അത് മെഷർ ചെയ്യേണ്ടത്, എങ്ങനെ ഒരു സ്ക്വയർ ഫീറ്റ് നമുക്ക് അളന്നെടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മളത് പറഞ്ഞു തരുന്നുണ്ട് ഓൾറെഡി. പക്ഷേ നിങ്ങളൊക്കെ ത്രൂ ഔട്ടായിട്ട് ഈ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ട്, പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസ്, ഫാബ്ടെക്കിൻ്റെ വീഡിയോ നിങ്ങൾ തുടർമാനമായിട്ട് തന്നെ നിങ്ങൾ വാച്ച് ചെയ്യണം. ഇടയിൽ രസകരമായിട്ടുള്ള ഒരുപാട് മൂവ്മെൻറ്റ്സുകളൊക്കെ ഉണ്ട്, അത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാര്യം എല്ലാ പ്രാവശ്യവും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ടല്ല നമ്മളിതിനെ ഈ ഒരു ചാനലിനെ കാണുന്നത്. പകരം കുറച്ച് എൻ്റർടൈൻമെൻറ്റും കൂടെ കാണാം, എല്ലാവരും ഇരുന്ന് കാണാൻ കഴിയണം. എല്ലാവരും ഹാപ്പിയായിട്ട് കുറഞ്ഞാൽ ചിരിക്കാൻ പറ്റുവാണെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫാബ്ടെക് അങ്ങനെയുള്ള എഫേർട്ട് എടുത്ത് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനലിൻ്റെ ലിങ്ക് FBയിൽ പേജായിട്ടുണ്ട്. ഫാബ്ടെക് മീഡിയ എന്ന് പറയുന്ന പേജ് FBയിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്, പ്രത്യേകിച്ച് മെയിനായിട്ട് യൂട്യൂബിലുണ്ട്. മെയിനായിട്ടും FBയിലും നിങ്ങൾക്ക് യൂട്യൂബിലും നമ്മളെ ഫോളോ ചെയ്യാവുന്നതാണ്. FB ഫോളോ ചെയ്യുക, യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിൽ ഒരുപാട് സന്തോഷവും. പിന്നെ ഞങ്ങൾക്കതൊരു അടുത്തുള്ള ദിവസങ്ങളിലെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തുള്ള വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനമാവും. ഇപ്പോഴും നിങ്ങളിപ്പോൾ സൈറ്റുകളിലെ വീഡിയോസ് മാത്രമാണ് കാണുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുതൽ നമ്മൾ പുറത്തുള്ള ഔട്ട്സൈഡിലുള്ള നിങ്ങളെ ഓരോ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തിയുള്ള വീഡിയോസ് നമ്മുടെ വരുന്നുണ്ട്. ആ വീഡിയോസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറച്ചും കൂടെയൊക്കെ ആൾക്കാർ വരികയും വ്യൂവേഴ്സൊക്കെ വരികയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി നമ്മളെ ഫോളോ ചെയ്യുകയും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ക്ലയൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ റിലേറ്റീവ്സോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നമ്മളെപ്പറ്റി പറയരുത്. കാര്യം പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ആൾക്കാർ കാണുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ഒരു സമൂഹം മീഡിയ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് വീഡിയോ ആയിട്ട് അവർക്ക് ലൈവായിട്ട് കാണുക എന്നുള്ളതാണ്. പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവൊക്കെ ഒരു കാലഘട്ടത്തിന് മുമ്പ് തീർന്നു. ഇപ്പോൾ നമ്മളത് എങ്ങനെ കണ്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. കണ്ട് പ്രൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ കണ്ട് ആ തെളിവ് സകലം നമ്മൾ കണ്ട് അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കാരണം
അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ടന്റുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം തുടർന്നുള്ള വർക്കിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് തുടർന്നുള്ള വർക്കിൻ്റെ സെഗ്മെൻറ്റുകളും തുറന്നു നടക്കുന്ന ടൈമിൻ്റെ വീഡിയോസ് ഇതിന് ശേഷം നിങ്ങളിങ്ങനെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. നമുക്കറിയാം തകൃതായിട്ട് പരിപാടി നടക്കണം, അതിനിടയ്ക്കാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ അവർക്കും ഉണ്ടാവും, ഞാൻ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ. പക്ഷേ എന്നാലും അവരത് സഹിക്കുന്നുണ്ട്, ക്ഷമിക്കുന്നുണ്ട്. കാര്യം എല്ലാവർക്കും പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണെന്ന ഒരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പം നിങ്ങൾ തുടർന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് സൈൻ ഔട്ട് പറയുന്നത് വരെ നിങ്ങൾ വീഡിയോ കാണുക കഴിയുമെങ്കിൽ. ഓക്കെ, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ കുറേ പരിപാടികളെല്ലാം കഴിഞ്ഞു. പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ പില്ലർ സെറ്റ് ചെയ്ത് ഉത്തരവ് ഓടിച്ചു. പിന്നെ അതിനുശേഷം തേർഡ് സെഗ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് റാഫ്റ്റർ ഓടിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ റാഫ്റ്റർ രാവിലെ റെഡിയാക്കിയിട്ട് നിങ്ങൾ കണ്ടല്ലോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉച്ച കഴിഞ്ഞപ്പം റാഫ്റ്റർ എല്ലാം കയറ്റി അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിപാടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. രാവിലെ ഇവിടുത്തെ പർലിംഗ് അടിച്ച് കയറാനുള്ള പ്ലാനിങ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് നല്ല മനോഹരമായ ആചാരങ്ങൾ. ഒറ്റയ്ക്കാണ് പരിപാടികൾ മുഴുവൻ. നോക്കിയേ, പർലിംഗ് ഒക്കെ നാളെ ഇവിടുന്ന് പർലിംഗ് അടിക്കണം. പർലിംഗ് അടിച്ച് പെട്ടെന്ന് നിങ്ങൾ സെറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് പെയിൻറ്റിങ് കിടപ്പുണ്ട്. കുറച്ച് പെയിൻറ്റിങ്, അതായത് ഒരു 4-5 ലിറ്റർ എടുത്ത് വെച്ചിട്ടുള്ള പെയിൻറ്റിങ്. അതാണ് കുറച്ച്. 50 ലിറ്ററൊന്നും അല്ലല്ലോ, 4 ലിറ്റർ ഇല്ലേ, അതെടുത്ത് വെച്ചിട്ട് കുറച്ച് പെയിൻറ്റിങ് ഉണ്ട്. പെയിൻറ്റിങ് എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്തെ പോർഷനിൽ ഈ റൂമിന് ആ വാതിൽ കടന്ന്, ഇവിടെ ആ വാതിൽ, ആ വാതിൽ കടന്ന് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമാണ് അവിടെ ചെയ്യാനുള്ളത്. അപ്പം അതും ചെയ്യണം. ആദ്യം എടുത്ത് തെറ്റിപ്പോയോ, മാറിപ്പോയോ? പ്ലേറ്റ് എടുക്കുന്ന വെച്ചോ, പലപ്പോഴും അങ്ങനെയൊക്കെയാണ്. അളവ് എടുക്കുമ്പോൾ തെറ്റും ശരിയാവും, തെറ്റും ശരിയാവും, അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ സൈൻ ഔട്ട് പറയാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു, ഒതുക്കി നിർത്തി ഞങ്ങൾ വർക്കെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ്. ഇനി അടുത്ത ദിവസം മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത സെഗ്മെൻറ്റ്, ഇനി പർലിംഗ് അടിക്കുന്ന സെഗ്മെൻറ്റാണ്, അതൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ശുഭദിനം നിങ്ങൾക്ക് എല്ലാവർക്കും. ടേക്ക് കെയർ.